അഡ്വക്കേറ്റ് സതീഷ് വസന്ത് നോക്കൂ, വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചത് ഇതൊരു രാജ്യാന്തര മാഫിയയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണോ എന്ന്. സുഭാഷ് കപൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഇൻ്റർനാഷണൽ മാഫിയ ലീഡറാണ്. അതായത് വിഗ്രഹക്കടത്ത്, അതിലാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്ന് അയ്യപ്പൻ്റെ ആഭരണങ്ങൾ കടത്തിക്കൊണ്ടുപോയത് എന്ന സംശയമാണ് ഹൈക്കോടതി പ്രകടിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു ഗുരുതരമായിട്ടുള്ള നിരീക്ഷണം ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് ബുക്കുകളിൽ ക്രമക്കേട് നടത്തി എന്നുള്ളതാണ്. 2025 ജൂലൈ 28 വരെയുള്ള വിവരങ്ങൾ മിനിറ്റ്സിലുണ്ട്. സെപ്റ്റംബറിൽ ഈ ദ്വാരപാലക പാളി കടത്തിയ സമയത്ത് മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തലുകളില്ല. അപ്പോൾ ദേവസ്വം ബോർഡ് മിനിറ്റ്സ് ബുക്കുകളിലെ ക്രമക്കേട് ഗുരുതരമാണെന്ന് ഹൈക്കോടതി പറയുമ്പോൾ അതിന് ഉത്തരവാദികൾ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് ഇരുന്നവർ തന്നെയല്ലേ? ഉന്നതങ്ങളിൽ അന്വേഷണം കടന്നു ചെല്ലേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഇപ്പോൾ എൻ വാസുവിനെ ചോദ്യം ചെയ്തു. എൻ വാസു ഒരു കേസിൽ 3-ാം പ്രതിയാണ്. പക്ഷേ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അതേസമയം 5-6 പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ മൊഴികളിലും ഈ വാസുവിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വാഭാവികമായി ദേവസ്വം ബോർഡ് അറിയാതെ ഈ കൊള്ള നടക്കില്ല എന്ന് വ്യക്തമല്ലേ? എന്നിട്ടും എന്തുകൊണ്ട് അവരിലേക്ക് അന്വേഷണം ചെന്നെത്തുന്നില്ല? എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. നേരത്തെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ടോക്ക് ചെയ്തെന്ന് പറഞ്ഞത് പിന്നെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അന്വേഷണ ഇതാണ്. ആ അന്വേഷണ സംഘത്തിന് അവർക്ക് യുക്തിപരമായിട്ട് രീതിയിൽ ഒരാളെ ചോദ്യം ചെയ്യുകയും അത് യുക്തിപൂർവ്വമാണെന്നുണ്ടെങ്കിൽ അത് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് ആരെയും സമ്മർദ്ദത്തിനോ അല്ലെങ്കിൽ മാധ്യമ ഒരു വിചാരണ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം വാസുവല്ല, ഇനിയിപ്പോൾ ആരായിരുന്നാലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ ശിക്ഷിക്കപ്പെടണം. അതിന് ഒരു വിഷമവും ഇല്ല. ഇവിടെ നമ്മളാരും ഒന്നും കൈകാര്യം ചെയ്യുന്നില്ല. നോക്കൂ, ഇവിടെ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഹൈക്കോടതി ഒരു അന്താരാഷ്ട്ര ഒരു ബന്ധം ഉണ്ടെന്ന് വിചാരിക്കുന്നു എന്നുള്ളൊരു വ്യാഖ്യാനം ആണ് അവിടെ വന്നത്. അങ്ങനെ ഉണ്ടോ? ഇപ്പോൾ വിഗ്രഹം മോശം, ഇവിടെ അയ്യപ്പൻ്റെ വിഗ്രഹമൊന്നും ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ലല്ലോ. അതിൻ്റെ എന്ന് പറയുന്നത് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കണേ. അല്ല, അത് വേണമല്ലോ. ഇപ്പം സ്വർണം പിടിച്ചിട്ടുണ്ട്. ഇത് തിരിച്ചു വേറെ ഏതെങ്കിലും സ്വർണമാണോ? അതിന് ഒരു ലാബ് അന്വേഷണം വേണം, ശാസ്ത്രീയ പരിശോധന വേണം. അത് സ്വാഭാവികമല്ലേ? ഈ അവരെ കൊണ്ടുവച്ച സ്വർണ്ണം, ഇപ്പം ഇവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണമാണോ തിരികെ തങ്കമാണോ കൊണ്ടുവന്നിട്ടെന്ന് നമുക്ക് പരിശോധിക്കാന്നേ ഉള്ളൂ. ഞാനിത് പറയുന്നു വെച്ചാൽ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ആരിത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിലും അതിനെ തിരിച്ചു കൊണ്ടുവരികയാണെന്നുള്ളത് നമ്മളുടെ ഒരു ബാധ്യതയാണ്. ഒരു സംശയമില്ല. പിന്നെ ഈ ബോർഡിൻ്റെ മിനിറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇന്ന് 2025 മിനിറ്റ്സാണ് ഞാൻ പറയുന്നത്. അത് തന്നെ തിരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ് ശ്രീ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല, അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാം, അത് കോടതിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്ന ബോർഡ് മെമ്പറും പ്രശാന്തും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിത് പഴയ കാര്യമല്ല ഞാൻ പറയുന്നത്. ദ്വാരപാലക പാളി കടത്തുന്ന സമയത്ത് മിനിറ്റ്സിൽ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞുതരാം അങ്ങനെ എന്തുകൊണ്ട് മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാരണസഹിതം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രശാന്ത് പറയുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത് പ്രസിഡന്റിൻ്റെ ജോലിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഇത് അന്നമ്പേരെ ഇത് പറയുന്നത്, ഇത് ഗുരുതരമായ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സാധനമാണ്. ഇത് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ മന്ത്രിക്കോ ഇതിലൊരു പങ്കാളിത്തം. കാര്യം എന്ന് വെച്ചാൽ അവരൊന്നും ഇതൊന്നും അറിയുന്ന കാര്യമല്ല. മാത്രമേ ഇത് ഒതുക്കി നിർത്തരുത്. അല്ല, ഞാൻ പറയുന്നത് നടന്ന ഒരു കൊള്ളയല്ല ഇത്. ദേവസ്വം ബോർഡിലെ ഉത്തരവാദപ്പെട്ടവർ അറിഞ്ഞുകൊണ്ടുള്ള കൊള്ളയാണ്. അതുകൊണ്ടാണ് പത്മകുമാറും അതുപോലെ എൻ വാസുവുമൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ആരാണെങ്കിലും ഇടതുമുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് പ്രശ്നമല്ല എന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് പത്മകുമാറിലേക്കും വാസുവിലേക്കും അന്വേഷണം പോകുന്നില്ല? വാസുവിനെ വിളിച്ച് ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നാണ് അറിയുന്നത്. ഗുരുതരമായ കുറ്റം ചെയ്തവർ ഇപ്പോഴും അവർ വീടുകളിൽ ഇരിക്കുകയാണ്. അല്ല, ഞാനൊരു കാര്യം ഒരു കാര്യം എന്ന് പറയാം. നമ്മൾ നേരത്തെ ഒരു ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്, ഈ സുബ്രഹ്മണ്യം പോറ്റിയെ ആ സുബ്രഹ്മണ്യം പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു.
ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ മുരാരി ബാബു അദ്ദേഹത്തിനെയും ഇതുപോലെ തന്നെ ഒരു അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു, അദ്ദേഹത്തിന് വിട്ടയച്ചു. അന്നും നമ്മളിത് പറഞ്ഞു. എന്തുകൊണ്ട് മുരാരി ബാബുവിന് നാളെ ബഹുമാനപ്പെട്ട മുൻ ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ പ്രസിഡന്റുമായിരുന്ന ശ്രീ വാസു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും, സ്വാഭാവികമല്ലേ? ശ്രീ പത്മകുമാർ അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തും തെറ്റുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യേണ്ട രീതിയിലാണെങ്കിൽ SIT ചെയ്യുന്നേ. അതിന് ബഹുമാനപ്പെട്ട കോടതി അതിന് അവർക്കൊരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ഏത് അറ്റം വരെയും പോകണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അതിൽ കക്ഷി രാഷ്ട്രീയമെന്നേ അല്ലെങ്കിൽ ഉന്നതന്മാരെന്നോ അങ്ങനെ ഒരു രീതിയിൽ വേണ്ട. ഇതെന്ന് പറയുന്നത് ഭക്തജനങ്ങളുടെ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ CPM-കാരാണ്. ഈ വാസുവും പത്മകുമാറും ഒക്കെ CPM-കാരാണ്. പത്മകുമാർ മുൻ MLA ആണ്. വാസു ഞാൻ മനസ്സിലാക്കുന്ന കുളനട പഞ്ചായത്ത് 2 തവണ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചു. മാത്രമല്ല മുൻ തൊഴിൽ മന്ത്രി ഗുരുദാസിൻ്റെ PK ഗുരുദാസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു വാസു. അപ്പോൾ സഖാവ് വാസുവാണ്. അതുകൊണ്ടാണോ സഖാവ് വാസുവിന് ഒരാനുകൂല്യം എന്നുള്ളതാണ് സംശയം. അല്ല, ഞാൻ തെറ്റിദ്ധരിപ്പിക്കില്ല, ജനങ്ങൾ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കില്ല. ഞാനൊരു കാര്യം വേണ്ടത് ഈ നമ്മളെ ഗവൺമെൻറ്, നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടതുപക്ഷമോ അല്ലെങ്കിൽ പിണറായിയുടെ സർക്കാരോ ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ പിണറായിയുടെ പോലീസ് അല്ലല്ലോ, അല്ല പോലീസാണെങ്കിലും അവരല്ലല്ലോ ഈ കോൺസ്റ്റിറ്റ്യൂട്ട്. ഇതെന്ന് വെച്ചാൽ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നേരിട്ട് നടക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അതുകൊണ്ട് അവർക്ക് പേടിയൊന്നും ഇല്ലെന്നേ. ഇപ്പം നേരത്തെ ആരോ പറയുന്നത് ഇതൊക്കെ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള പോലീസല്ലേ, അവർക്കൊരു ഭയം കൊണ്ട്. എന്തിനാ ഭയക്കുന്നേ? അത് ഹൈക്കോടതി പിന്നെ ഇത് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കൊന്നും കൊടുക്കേണ്ട ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് അത് സീൽ കവർ ചെയ്ത്. ഉദ്യോഗസ്ഥർക്ക് ഭയമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഭക്തരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ ഒരു വികാരമാണ്. താങ്കൾക്കറിയാലോ. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണത്തിൽ നിന്ന് ഒരു സാധാരണക്കാരനായിട്ടുള്ള അയ്യപ്പൻ എന്താണ് മനസ്സിലാക്കുന്നത്? അതായത് അവിടെ ഇത്രയും 41 ദിവസം വ്രതമെടുത്ത് 18-ാം പടി ചവിട്ടി അവിടെ എത്തി അയ്യപ്പനെ കാണുന്നു. വളരെ ചുരുങ്ങിയ നിമിഷം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ആ കാണുന്നത് ദർശനം, അത് നൽകുന്ന ആ വിഗ്രഹം അത് ഒറിജിനലാണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊരു സംശയമാണ് ഇന്ന് കോടതിയും പ്രകടിപ്പിച്ചിരിക്കുന്നത്. കാരണം അയ്യപ്പൻ്റെ വിഗ്രഹം പോലും ഈ ഇൻ്റർനാഷണൽ ഈ മാഫിയക്ക് കൈമാറിയെന്നൊരു സംശയം കോടതി രേഖപ്പെടുത്തണമെങ്കിൽ താങ്കൾ അതിനെ ലാഘവത്തോടെ കാണരുത്. അങ്ങനെ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഗുരുതരമാണ്. കാരണം നോക്കൂ, ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദേവസ്വം ബോർഡ് ഭരിച്ചത് മാറി മാറി വന്ന സർക്കാരുകളുടെ ഭാഗമായിട്ടുള്ള ഇതിപ്പോൾ LDF ആവട്ടെ UDF ആവട്ടെ, അവരാണ് നോക്കൂ അവിടെ അങ്ങേ അറ്റത്തോളം അഴിമതി ആണ് നടന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ ഇത് കൊണ്ടുവരണമെന്നുള്ള ഒരു നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്, ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. കള്ളന്മാരും കൊള്ളക്കാരും ഇരുന്ന് കട്ട് മുടിച്ചിരിക്കുന്നു. എന്നിട്ടും ഇപ്പോഴും പറയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിത് ഒരു വിഷയമല്ല, തെറ്റ് ആര് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ചെയ്യുന്നതിന് ഇതെല്ലാം സർക്കാരിന്റെ കീഴിൽ ഇത് വരണമെന്ന് നിങ്ങൾ ഈ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്ന ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ ഉപ്പ് തിന്നവനെ വെള്ളം കുടിക്കുന്നതിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കേണ്ടതാണ്. നമുക്ക് എന്തായാലും ഗോപാലകൃഷ്ണൻ സാർ ഇവിടെയുണ്ട്. ഇപ്പോൾ അദ്ദേഹവും ചീഫ് വിജിലൻസ് ഓഫീസറായിരുന്നതാണ് ദേവസ്വം ബോർഡിൽ. ഇപ്പോൾ എന്തിനും ഏതിനും ഹൈക്കോടതിയുടെ മുന്നിൽ പോയി ഞങ്ങൾ അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ അങ്ങനെ ഒരു അനുമതി പിന്നെ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വാങ്ങേണ്ട ആവശ്യമില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലിരിക്കുന്ന അത് പോലീസുകാരാണല്ലോ, IPS ഉദ്യോഗസ്ഥരാണ് ഇരിക്കുന്നത് അല്ലേ. ഇതുപോലുള്ള സമാനമായിട്ടുള്ള നിരവധി കേസുകൾ അന്വേഷിച്ചവരാണ്. അവർക്ക് അതിൻ്റെ അനുഭവ പരിചയമുണ്ട്. ആ അനുഭവ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രവർത്തിക്കാം. പക്ഷേ നട്ടെല്ല് വേണം. നട്ടെല്ല് പിന്നെ ഒരു കാരണവശാലും നട്ടെല്ല് കുനിക്കുന്ന ഒരു സമീപനം ഉണ്ടാവരുത്.